ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് വെച്ചാൽ ഒരിത്തിരി ലോങ് ആണ്, എന്നാലും വലിയ ലോങ് ഇല്ല. ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞാനും മോളും ചേച്ചിയും കൂടെയാണ് പോകുന്നത്. മോനെ കൊണ്ടുപോകുന്നില്ല. മോനെ കൊണ്ടുപോകുന്ന കാര്യമെന്ന് വെച്ചാൽ കടയിൽ കിടന്ന് അലമ്പ് കാണിക്കും. ചേട്ടനും ഇല്ല. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് ഒരു ബിങ്കോ കൊടുത്തിട്ട് ഞാനിവിടെ നൈസിനോട് ഇരുത്തിയിട്ട് വരുന്നത് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വരാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നേരെ പോയത് നമ്മളെ ജിയോ മാർട്ടിലാണ്. ഈ കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫോണിനകത്താണ് ഞാൻ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. വല്ലപ്പോഴും മാത്രമാണ് പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു എമൗണ്ട് ആവാറുമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു കുടക്കീഴിലെന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെന്ന് പറയുന്ന കണക്കാണ്. ഡ്രസ്സ് വരെ ഉണ്ട്. ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്രസ്സ് ആയാലും വീട്ടിലിടുന്നത്, ടോപ്പുകൾ, അത് ഇത് എന്ന് വേണ്ട എല്ലാം കൂടി ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്ക് നമുക്ക് ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ മോളെ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. പക്ഷേ ആദ്യമൊക്കെ ഞാൻ മോളെ ഡ്രസ്സ് എടുക്കുന്ന കണക്ക് കാണിച്ചാലും ഞാൻ പിന്നെ എൻ്റെ ഐറ്റംസിലോട്ടായിരിക്കും എൻ്റെ കണ്ണ് ഫുള്ള് പോകുന്നത്. ടോപ്പ് ഐറ്റംസൊക്കെ നല്ല വിലക്കുറവിൽ അവിടെ വാങ്ങാൻ കിട്ടും. അങ്ങനെ അതെല്ലാം നോക്കി നടന്ന് പിന്നെ മറ്റേ ബ്യൂട്ടി പ്രൊഡക്റ്റൊക്കെ അത് ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ കിളി പോകും. ഞാൻ പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. വലുതായിട്ട് ഉടനെ മേടിക്കാൻ പോകത്തില്ല. ഓഫർ വരും, നമുക്ക് ഫോണിനകത്ത് ഓഫർ വരുമ്പോഴാണ് കൂടുതലും ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒത്തിരി അങ്ങ് വലിച്ചു വാരി മേടിക്കത്തൊന്നുമില്ല, ചെറുതായിട്ട് മേടിക്കത്തുള്ളൂ. പിന്നെ മോൾക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞു. പിന്നെ മോനും മുട്ടായി വേണമെന്ന് പറഞ്ഞു. മുട്ടായി ഇല്ലാതെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെവിയും തലയും കേൾക്കണ്ട. അങ്ങനെ എന്തൊക്കെയായാലും കുറച്ച് മുട്ടായൊക്കെ വാരി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ കരയുമ്പോൾ എടുത്ത് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ പിന്നെ അതിൽ കൂടെ കുറേ നടന്നു പോയപ്പോഴത്തേക്കും പാനിപൂരി കണ്ടു. 10 രൂപയുടെ പാനിപൂരി ഉണ്ട്. പക്ഷേ ഞാൻ അത് മേടിച്ചായിരുന്നു കേട്ടോ. മേടിച്ചിട്ട് വേവിച്ചപ്പോഴത്തേക്കും ഒരു കാശിന് കൊള്ളത്തില്ല. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പാനിപൂരി ഒന്നുമല്ല, വേറെ അതിൻ്റെ വേറൊരു നിറമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടതേയില്ല. ഞാൻ അന്ന് തന്നെ വന്നിട്ട് ഞാൻ മറ്റേ നമ്മളാ ഓവനിൽ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടുന്ന് നേരെ പോയത് ഫസിയോയിലാണ്. അവിടെ ചെന്നിട്ട് മോൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും താഴത്തെ ഫ്ലോറിലാണ് എനിക്കൊക്കെ ഉള്ള ടോപ്പുകളൊക്കെ ഉള്ളത്. പിന്നെ മുകളിലൊക്കെ മൊത്തവും പിള്ളേർക്കുള്ളതായതുകൊണ്ട് എനിക്കവിടെ ഒന്നും നോക്കാനില്ലാത്തതുകൊണ്ട് മോളെ ഡ്രസ്സ് തന്നെ ഞാൻ നോക്കിയത്. പിന്നെ കുറേ ഡ്രസ്സ് വലിച്ചു വാരിയിട്ട്, എന്ന് വെച്ചാൽ ആൾ നല്ല 0 സൈസ് ആയതുകൊണ്ട് നല്ല വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പാകമാവുന്നില്ല. എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കത്തില്ല. എത്ര ഡ്രസ്സ് ഒരു 2 മണിക്കൂർ ആ കടയിൽ നിന്ന് കാണും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്ക് കടയിൽ നിന്ന് കാണും. എന്നിട്ട് പോലും അവൾക്ക് കറക്റ്റ് അളവിനുള്ള പാൻറ്റോ ടോപ്പോ കിട്ടിയില്ല. ഇത്രയും ഡ്രസ്സുകൾ വലിച്ചു വാരി എല്ലാം ഇട്ട് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ജീൻസ് എന്തൊക്കെയായാലും ഇടുപ്പ് വണ്ണം കറക്റ്റായിട്ട് കിട്ടി. പിന്നെ ഒരു ഫ്രോക്കും ചേച്ചി മേടിച്ചു കൊടുത്ത്, അതും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അതൊക്കെ എത്ര ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടെന്നായിരിക്കണം. ശരി, കൂടെ നിന്ന ഒരു കൊച്ചു പയ്യനായിരുന്നു. ആ പയ്യനാണെങ്കിൽ എടുത്തെടുത്ത് കുഴഞ്ഞ്. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരം ചേച്ചിക്ക് ഷൂ മേടിക്കണമെന്ന് പറഞ്ഞൊരു ചെരുപ്പ്. അങ്ങനെ ചെരുപ്പ് മേടിക്കാനായിട്ട് കടയിൽ വന്ന് അങ്ങനെ ചെരുപ്പൊക്കെ കുറേ ഇട്ട് നോക്കി. ചേച്ചിക്ക് ഇഷ്ടമുള്ള ചെരുപ്പൊക്കെ നോക്കി. പിന്നെ എനിക്ക് ചെരുപ്പ് വേണമെന്നുണ്ടായിരുന്നിട്ട് ഞാൻ പറഞ്ഞു മേടിക്കേണ്ട, മോൾക്ക് തന്നെ ഡ്രസ്സും ഇതൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് നല്ല റേറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ മേടിച്ചില്ല. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. അതെല്ലാം ഈ റോഡ് പണിയൊക്കെ കാരണം പൊളിച്ച് മാറ്റി. പിന്നെ ഈ ലൈറ്റ് കിടന്ന് മിന്നുന്നതിനെ എടുത്തിയെന്ന് വെച്ചാൽ അത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഹൊറർ മൂവിയുടെയൊക്കെ ആ ഒരു സെറ്റപ്പാണ് എനിക്ക് നല്ലപോലെ വന്നത്. എന്ന് വെച്ചാൽ പേടിക്കുന്ന ഒരു ഏരിയ കണക്ക് എനിക്ക് തോന്നി. പിന്നെ അവിടെ നിന്ന് നേരെ ബേക്കറിലോട്ട് ബേക്കറി കയറിയിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ പെറുക്കിയെടുത്ത് മോനും കൂടെ കൊടുക്കണം. അവൻ ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ നിന്നെങ്കിലും ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഫോൺ റിങ് ചെയ്ത് കാണും. അമ്മ എപ്പോൾ വരും, അമ്മ എവിടെ എത്തിയമ്മ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ നാരങ്ങ വെള്ളവും പിന്നെ 2 കടിയും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആളെ മുഖം അങ്ങോട്ട് വലിയൊരു തെളിച്ചമില്ല. ഇതെല്ലാം ചേച്ചിക്കാണ് മേടിച്ചതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആളെ മുഖം കാണുമ്പോൾ അറിയാം. പിന്നെ മിഠായി ഉള്ളതുകൊണ്ട് കരയാതെ നിന്ന് ഇതെല്ലാം ചേച്ചിക്ക് ഇത്രയും മേടിച്ചോ, ചേച്ചിക്ക് ഇത്രയും ഉടുപ്പ് എടുത്തോ, അങ്ങനെയൊക്കെ കുറേ പാരാദൂരങ്ങളൊക്കെ കേൾക്കേണ്ടി വന്ന് എനിക്ക്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ട്രിപ്പ് മോനെ കൊണ്ടുപോയി മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് അവനും നടങ്ങിയത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.